ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ പോർക്ക് കൊണ്ടൊരു സ്പെഷ്യൽ വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹൈ റേഞ്ച് പോർക്ക് ഫ്രൈ. ഇതൊരു ഇടുക്കി സ്പെഷ്യൽ വിഭവമാണ്. നമുക്ക് ഹൈ റേഞ്ച് പോർക്ക് ഫ്രൈക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളിച്ചെണ്ണ 100 ഗ്രാം, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 2.5 സ്പൂൺ, വെളുത്തുള്ളി 2 സ്പൂൺ, മുളക് പൊടി 3 സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 2 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, സവാള അരിഞ്ഞത് 250 ഗ്രാം, കറുവപ്പട്ട, ജാതിപത്രി, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പെരുംജീരകം 1/2 സ്പൂൺ, തേങ്ങാക്കൊത്ത് വറുത്തത് 1/2 സ്പൂൺ, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, പോർക്ക് 1.5 കിലോ. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം പോർക്കിനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം വീണ്ടും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി 5 മിനിറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് അടുപ്പിൽ ഒരു ഉരുളി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതില് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 സ്പൂൺ വെളുത്തുള്ളിയും ഇട്ട് വഴറ്റിയെടുക്കുക. ഇതൊരു ബ്രൗണിഷ് കളറാകുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളിയിട്ട് വീണ്ടും ഒന്നുകൂടി വഴറ്റുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് വീണ്ടും വഴറ്റുക. എന്നിട്ട് അതിലേക്ക് 250 ഗ്രാം സവാള അരിഞ്ഞത്, 4 പച്ചമുളക്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് വീണ്ടും വഴറ്റുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ പെരുംജീരകം, ആവശ്യത്തിന് കറുവപ്പട്ട, ഏലക്ക, തക്കോലം, ഗ്രാമ്പൂ, ജാതിപത്രി എന്നിവയിട്ട് വീണ്ടും ഒന്നുകൂടി വഴറ്റുക. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി സവാള പെട്ടെന്ന് വഴന്നു വരാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള വഴന്നു വരുമ്പോൾ അതിലേക്ക് 3 സ്പൂൺ മുളക് പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ കുരുമുളക് പൊടിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കണം. ഇനി ആവശ്യത്തിന് കറിവേപ്പില, കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ 1.5 കിലോ പോർക്ക് ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. വീണ്ടും കൂട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളം, ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കണം. ഇനി അരമുറി തേങ്ങ കൊത്ത് വറുത്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കുക. ഇതോടെ നമ്മുടെ ഹൈ റേഞ്ച് പോർക്ക് ഫ്രൈ റെഡിയാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഇടുക്കി സ്പെഷ്യൽ ഹൈ റേഞ്ച് പോർക്ക് ഫ്രൈ ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ സ്വാദിഷ്ടമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.